ലിസ്റ്റിന് ഇപ്പൊ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുകയാണെന്നുള്ളതാണ് ഞാൻ മാധ്യമങ്ങൾ വഴി ഇപ്പൊ അറിഞ്ഞത്. 2 കോടി രൂപയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. ഇപ്പം ലിസ്റ്റിന് മാനമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന വ്യക്തി മലയാള സിനിമയ്ക്ക് ചെയ്യുന്ന ദ്രോഹം എന്തെന്നുള്ളത് ഞാൻ വിളിച്ചു പറഞ്ഞു. അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു തരത്തിലും ഞാൻ പിന്നോട്ടില്ല. ഞാൻ പറഞ്ഞ നിലപാടിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുകയാണ്. മറ്റു നിർമ്മാതാക്കളെ ബാധിക്കുന്ന രീതിയിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന വ്യക്തി പെരുമാറുന്നത് കൊണ്ടാണ്. അത് ഒരാളെങ്കിലും വിളിച്ചു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു ഭീകര സത്വമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ കാണുന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന വ്യക്തി. സോ ഇപ്പൊ ഈ ഖാൻ ബഹദൂർ പട്ടം കിട്ടിയ കുടുംബത്തിൽ നിന്ന് വന്ന് സിനിമ ചെയ്ത ആളൊന്നും അല്ലല്ലോ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന ഒരാൾ. അപ്പം ലിസ്റ്റിൻ എവിടെ നിന്ന് തുടങ്ങി, എങ്ങനെ വളർന്നു, ഇപ്പൊ എവിടം വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യങ്ങളും കൂടെയാണ്. ലിസ്റ്റിൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും ലിസ്റ്റിന്റെ ബിസിനസ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഓപ്പറേഷൻ കുബേര ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലിസ്റ്റിന്റെ അകത്ത് കിടന്നേനെ. അപ്പം അതില്ലാത്തത് ലിസ്റ്റിന്റെ കാര്യം വളരെ ഓപ്പൺ ആയിട്ടാണ് മീഡിയയിൽ കൂടെ ലിസ്റ്റിൻ പറഞ്ഞത്. അതെ, ഞാൻ വട്ടിപ്പലിശയ്ക്ക് എടുക്കുന്നുണ്ട്, ഞാനത് കൊടുക്കുന്നുണ്ട്, ഞാൻ വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നത് ഇങ്ങനെ കേരളത്തിൽ ഇതുപോലെ നിന്ന് പറയാനായിട്ട് സാധിക്കുന്നതിന് ലിസ്റ്റിന്റെ അറിവില്ലായ്മയാണോ അതോ ലിസ്റ്റിന് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം ലിസ്റ്റിന് എന്താ പറയുക, സിനിമാ സംഘടനകളിൽ നിന്ന് കിട്ടുന്ന എന്താ പറയുന്ന ഒരു ബലത്തിന്റെ പുറത്തായിരിക്കാം അങ്ങനെ പറയുന്നത്. ഞാൻ വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുന്ന ആളാണ് എന്ന് ഇത്ര ഓപ്പൺ ആയിട്ട് കേരളം പോലെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ പറയാനായിട്ടൊരു ധൈര്യം കിട്ടുന്നത് അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇതൊക്കെ എതിർക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് മറ്റ് നിർമ്മാതാക്കളെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ എഫക്ട് ചെയ്യും. അവര് എന്താ ലിസ്റ്റിന്റെ അടിമകളെ പോലെ ജീവിക്കുന്നതും കാണുമ്പോൾ വിഷമമുണ്ട്. കാര്യം അത് ഇപ്പം എനിക്ക് പേഴ്സണലി ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന വ്യക്തിയെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒരു തരത്തിലും മോശമാക്കാനോ എനിക്ക് ഉദ്ദേശമില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ഇത് ഇൻഡസ്ട്രി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എതിർക്കപ്പെടേണ്ടതുമാണ്. കാര്യം ഒരുപാട് പുതിയ നിർമ്മാതാക്കൾക്കും ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിർമ്മാതാക്കൾക്കും നിന്നു പോവാൻ സാധിക്കാത്ത രീതിയിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന വ്യക്തി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനെയും എല്ലാം ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ടും കണ്ടില്ല എന്നുള്ള മട്ടിൽ കണ്ണടയ്ക്കുന്ന മറ്റു നേതാക്കളോടും എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാര്യം അവരൊക്കെ ഇതിന്റെ ഭാഗമായിട്ടായിരിക്കാം, അവർക്കൊക്കെ ഇതിന്റെ നേട്ടങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം, അതായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എന്തായാലും ഞാൻ എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇനി കോടതിയാണ് തീരുമാനിക്കേണ്ടത്. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ, കോടതി തീരുമാനിക്കട്ടെ ലിസ്റ്റിന് മാനമുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഇനി കോടതി തീരുമാനിക്കട്ടെ.